കഥകളുടെ യാത്രയാണ്. ചിന്നക്കട ഇന്ത്യയിലെ കേരളത്തിലെ കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗമായി കണക്കാക്കപ്പെടുന്നു. നഗരത്തിന്റെ പ്രതീകാത്മക ക്ലോക്ക് ടവർ ചിന്നക്കടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിന്നക്കടയിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ കൊല്ലം നഗരസഭ ക്ലോക്ക് ടവറിന് സമീപം അടിപ്പാത നിർമ്മിച്ചു. തിരുവനന്തപുരം, ആലപ്പുഴ, സെങ്കോട്ട ആശ്രമം, കൊല്ലം ബീച്ച്, സിറ്റി ബസ് സ്റ്റാൻഡ് റോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള റോഡുകൾ സംഗമിക്കുന്ന സങ്കീർണമായ ജംഗ്ഷനാണ് ചിന്നക്കട. തങ്കശ്ശേരി ലൈറ്റ് ഹൌസ് കൊല്ലം ജില്ലയിൽ കൊല്ലം നഗരകേന്ദ്രത്തിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് തങ്കശ്ശേരി. തങ്കശ്ശേരി ലൈറ്റ് ഹൌസ് 144 അടി ഉയരമുള്ള ഈ വിളക്കുമാടം ഏറ്റവും പൊക്കമുള്ള രണ്ടാമത്തെ വിളക്കുമാടമാണ്. കുത്തബ് മിനാറിലെ പോലെ പിരിയൻ ഗോവണി ഒഴലവരെ കയറി വേണം വിളക്കുമാടത്തിന്റെ മുകളിലെത്താൻ. വിളക്കുമാടത്തിലെ വെളിച്ചം 13 മൈൽ ദൂരെ നിന്ന് വരെ കാണാൻ കഴിയും എന്നതിനാൽ കപ്പലുകൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും ദിശയറിയാൻ സാധിക്കുന്നു. കടലിന്റെ സൗന്ദര്യം, ബോട്ടുകളുടെ ഭംഗി, ഈ യാത്ര നമുക്കൊരു അനുഭവം. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും പിന്നീട് ബ്രിട്ടീഷുകാരുടെയും താവളമായിരുന്നു തങ്കശ്ശേരി. ഒരു ഡച്ച് കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും തങ്കശ്ശേരിയിൽ കാണാം. പൊളിഞ്ഞു വീഴാറായ ചില മതിലുകൾ മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ. ഏറെ നാളായി തമിഴ് ഭീകരരുടെ ഭീഷണിയെ തുടർന്ന് സന്ദർശകർക്ക് പ്രവേശനമില്ലായിരുന്ന ഈ വിളക്കുമാടം 2006 മുതൽ വീണ്ടും സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. നാമമാത്രമായ ഒരു തുക 10 രൂപ പ്രവേശനത്തിന് ഈടാക്കുന്നുണ്ട്. തങ്കശ്ശേരി, തിരുമുല്ലവാരം എന്നീ പ്രദേശങ്ങളോട് അടുത്തുള്ള കല്ലുകൾ നിറഞ്ഞ കടൽത്തട്ടിനെയും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മുനമ്പിനെയും കുറിച്ച് ഈ വിളക്കുമാടം കപ്പലുകൾക്ക് അപായസൂചന നൽകുന്നു. തങ്കശ്ശേരിയുടെ വിളക്കുമാടം തൻ രൂപ ഫീസ് കയറി മുകളിൽ, കടലിന്റെ സൗന്ദര്യം, ബോട്ടുകളുടെ ഭംഗി, ഈ യാത്ര നമുക്കൊരു അനുഭവം.